ഹലോ നമസ്കാരം, റോസൂസ് ടേസ്റ്റി ഹൗസിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പിയൊന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ ചെമ്മീൻ മേടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമാണ്. കാരണം പ്രത്യേകിച്ച് സീ ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് മിക്കവർക്കും തന്നെ അലർജി വരാറുണ്ട്, അതേപോലെ തന്നെ വയറിന് അസുഖം വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്താലായിരിക്കും നമുക്ക് വയറിനൊന്നും കുഴപ്പമില്ലാണ്ടിരിക്കുക. അപ്പം ആദ്യമായിട്ട് ഇതിൻ്റെ പുറമേയുള്ള ഭാഗം എടുത്ത് കളയണം. ആദ്യം തന്നെ തലയുടെ ഭാഗം എടുത്ത് കളയുക. ഞാൻ തല മുഴുവനായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡാണ് ഞാൻ എടുക്കുന്നത്. അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിക്കുമ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ പോരും. അതിനുശേഷം കാലുകളാണ്. ആ കാലുകളുടെ അവിടെ മുഴുവനായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ തോടോടുകൂടി നമുക്കിതുപോലെ പുറത്തേക്ക് എടുക്കാം. അല്ലാണ്ട് കാലും തോടും സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ തലയുടെ അഗ്രഭാഗത്തായിട്ട് കുറച്ച് അഴുക്കുണ്ടാവും, അതൊരു കത്തി ഉപയോഗിച്ചിട്ട് നീക്കം ചെയ്താൽ മതി. ഇത്രയാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ പുറമേയും ഇതിൻ്റെ അടിവശത്തുമായിട്ട് ഒരു ചെറിയ നൂല് പോലെ കാണാം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ആ സാധനം എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. കാരണം അത് എടുത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിലാണ് ഈ ചെമ്മീൻ കഴിക്കുമ്പോഴത്തേക്ക് പലർക്കും ഈ വയറുവേദന എന്നുള്ള പ്രശ്നം വരുന്നത്. ആ സാധനം നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. വയറുവേദന, വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സാധനം ആ മേളിൽ നിന്നും താഴെ നിന്നും ഇത് മസ്റ്റായിട്ടും ഇതെടുത്ത് കളയണം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ കത്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ടൂത്ത് പിഗ് ഉണ്ടല്ലോ, ടൂത്ത് പിഗ് കൊണ്ട് നിങ്ങളൊന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ എടുത്ത് കളഞ്ഞാലും മതി. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ കത്തി കൊണ്ട് ചെയ്തിട്ടാണ് ശീലം, അതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് തന്നെ കാണിച്ചു തന്നത്. ടൂത്ത് പിഗ് കൊണ്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്ത് കളയാൻ നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ സാധാരണ ചെമ്മീനിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളയും. ഇത് കണ്ടില്ല, ചില ചെമ്മീനിലൊക്കെ ഇതേപോലെ നല്ല കറുത്ത കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ചില ചെമ്മീനിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു നൂല് പോലെയായിരിക്കും, ചിലതിൽ ഇതുപോലെ കട്ടിയായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഒട്ടും നല്ലതല്ലാത്തൊരു സാധനമാണ്. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. മസ്റ്റായിട്ടും ഇങ്ങനെ ചെയ്യണം. കാരണം നമ്മൾ കടൽ വിഭവങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം കഴിക്കാനൊക്കെ. അപ്പം നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വൃത്തിയായിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പം തോട് കളയാനായിട്ട് പിന്നെ ഈസിയാണ്. ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കത്തി കൊണ്ടാണെങ്കിൽ ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോരും. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് 1 കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ അറിയാമല്ലോ, ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ചെമ്മീൻ ആകെ അല്പം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ എന്ത് വലുതായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞു. നമ്മൾ 1 കിലോ ചെമ്മീനും വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കഴുകിയതിന് ശേഷമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം ആ പുറമേയും അതേപോലെ തന്നെ ബാക്ക് സൈഡിലൊന്നും ആ ഒരു കറുത്ത വരയൊന്നുമില്ല. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ ചെമ്മീനും അതിൻ്റെ വേസ്റ്റുമാണ് നിങ്ങളീ കാണുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.